പെരേൽ ആരുമില്ലെങ്കിൽ ഒളിഞ്ഞിരിക്കണ കലാവിധൊക്കെ പുറത്തെടുത്തിട്ട് ഇങ്ങനത്തെ ഓരോന്നൊക്കെ പരീക്ഷിക്കും. ഒരിക്കലും ശരിയാവില്ലെങ്കിലും ആ ശരിയാവുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊന്നും എന്തോ ഉടായിപ്പോളൊക്കെ പരീക്ഷിക്കും. കുറെ പേര് പരീക്ഷിച്ചിട്ട് റെഡി ആയോണ്ട് റെഡി ആവുന്നുള്ള ഒറ്റ കോൺഫിഡൻസ് കൊണ്ട് ഒന്നും നോക്കാണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് എന്താ പണി പാലും വെള്ളത്തിൽ കിട്ടി. കുറച്ച് വൈകിട്ട് ഉണ്ടാക്കണ വെച്ചാൽ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സംഭവം ഊബിളക്കാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഊബിളക്ക് പോയിട്ട് അതിന്റെ 7 അയലത്ത് പോലും എത്തിയില്ല. വെറും കോൺഫ്ലവറും വെള്ളം മാത്രം മതി കേട്ടോ അതിന്. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ആദ്യം ഒന്ന് പരീക്ഷിച്ചാൽ മതിയായിരുന്നു. അതിനെന്താ ഒടുക്കത്തെ കോൺഫിഡൻസ് അല്ലേ, അതുകൊണ്ട് ഞാൻ 2-2.5 സ്പൂൺ എടുത്തു കേട്ടോ. ആ വെള്ളം ഒഴിക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അതുവരെ എല്ലാം ശരിയായിരുന്നു. അതുവരെ മാത്രം വെള്ളം ഒഴിച്ചിട്ട് മൊത്തത്തിൽ കണ്ട് കലക്കിട്ട് ഇപ്പൊ ശരിയാവിച്ചിട്ട് നോക്കിയിരിക്കുക കേട്ടോ. എന്താ എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവണില്ല. എത്രയൊക്കെ ചെയ്തിട്ടും മാവ് പോലെ അല്ലാണ്ട് ഊബിളക്കൊന്നും ആവണില്ല കേട്ടോ. ഇത് ശരിക്കും ഒന്ന് ആലോചിച്ചപ്പോഴാ കോൺഫ്ലവറിന് പകരം മൈദയോ എന്നൊരു സംശയം. ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിന്റെ കുഴപ്പം കൊണ്ടോന്നല്ല കേട്ടോ. കോൺഫ്ലവറും മൈദ ഏകദേശം ഒരുപോലെ അല്ലേ ഇരിക്കണേ, പിന്നെ അങ്ങനെ മാറാതെ ഇരിക്കുക. അങ്ങനെ എന്റെ കുഴപ്പം കൊണ്ടല്ലാന്ന് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ കോൺഫ്ലവർ എടുത്തിട്ട് വേറൊരു പരീക്ഷണം നടത്തിയിട്ട് ചീറ്റിപ്പോവാനുള്ള ക്ഷമ നിക്കില്ല കേട്ടോ. ഇനിയിപ്പൊ അത് വല്ല പഴത്തിൽ മുക്കിയിട്ട് എണ്ണയൊക്കെ ഇട്ട് അതേലും ശരിയാവോ ആവോ. എന്തായാലും ഉമ്മ കാണുന്നതിന്റെ മുന്നേ അത് എന്തേലൊക്കെ ചെയ്യട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ശരി, ബൈ.